ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലും നമുക്ക് തട്ടുകടയിലും ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ, വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി ബോൺലെസ് ചിക്കൻ ചെറിയ പീസുകളായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് വഴറ്റുന്നതിന് വേണ്ടി നല്ല കട്ടിയുള്ള ഒരു ചെരുവ അടുപ്പത്ത് വെച്ച് അതിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് അല്പം വെളുത്തുള്ളിയും പച്ചമുളകും ഒരു സബോളയും അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് കാബേജ് അരിഞ്ഞതും 1 കപ്പ് ബീൻസോ പയറോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ക്യാപ്സിക്കം ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഒരു 3 സ്പൂൺ അളവിൽ സോയാ സോസും 3 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പിന്നെ ഒരു 3 ഗ്ലാസ് ജീരക റൈസ് അരി വേവിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് റൈസിന് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. പോരെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് സ്പ്രിംഗ് ഒനിയനും ചേർത്താൽ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരല്പം കൂടി ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി ഒരു പാനിൽ 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കുറച്ച് കശുവണ്ടിയും കുറച്ച് കിസ്മിസും ചേർത്ത് വറുത്തെടുത്ത് റൈസിലേക്കൊന്ന് ചേർത്ത് കുറച്ച് സ്പ്രിംഗ് ഒനിയനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. വളരെ രുചിയോടുകൂടി ഒന്ന് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈസ് ആണെന്നേ.